കേരളത്തിലുള്ള കോഴിക്കോടിൽ വെസ്റ്റ് ഹിൽ എന്ന ഒരു പട്ടണം. ഇവിടെ 29 വയസ്സുള്ള വിജിൽ എന്ന വ്യക്തി ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയാണ്. വിജിലിന് ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. സാധാരണ വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം ഇയാൾ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കും. ചിലപ്പോൾ വൈകുന്നേരത്തെ ഷോയ്ക്ക് പോകും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ഷോയ്ക്ക് പോയി പുലർച്ചെ 1 മണി 2 മണിയോടുകൂടി വീട്ടിൽ വരും. അങ്ങനെ 2019 ഏപ്രിൽ മാസം 17 രാത്രി ഒരു 10-11 മണിവരെയും വിജിൽ എന്ന വ്യക്തി വീട്ടിലേക്ക് വന്നില്ല. വിജിലിന്റെ അച്ഛൻ വിജയൻ മകനെ കാത്തിരുന്ന് നോക്കി. മകൻ വരാതായപ്പോൾ വാതിലടച്ച് ഉറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു അനുമാനം അനുസരിച്ച് മകൻ കൂട്ടുകാരോടൊപ്പം സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ടുണ്ടാകും. പുലർച്ചെ ഒരു 2-3 മണിയോടുകൂടി തിരിച്ചു വരും എന്ന് കരുതിയാണ് ഉറങ്ങാൻ കിടന്നത്. എന്നാൽ രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ പോലും മകൻ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ വിജയൻ മകനെ ഫോൺ വിളിച്ചു നോക്കുന്നു. വിജിലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അച്ഛൻ ഇപ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പമായി. മകൻ ഒരിക്കലും ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാകുമോ, ചാർജ് ഇല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാകുമോ, ഇങ്ങനെ സ്വയം എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി. എങ്കിൽ പോലും വിജയന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം. തന്റെ മകൻ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ. ഈ വിജിലിന് 3 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. നിഖിൽ, ദീപേഷ്, രഞ്ജിത്ത്. ഈ 3 പേരുമാണ് വിജിലിന്റെ അടുത്ത സുഹൃത്തുക്കൾ. ഇവരോട് ചെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് വിജയൻ ചിന്തിച്ചു. ഒരുപക്ഷെ തലേ ദിവസം ഇവരുടെ കൂടെയാണോ ഉണ്ടായിരുന്നത്, സിനിമയ്ക്ക് പോയിട്ടുണ്ടോ, അവൻ മറ്റെവിടെയെങ്കിലും പോയതാണോ, എന്തെങ്കിലും ഒരു വിവരം ലഭിക്കും. അങ്ങനെ ഈ വിജയൻ ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. നിഖിൽ എന്ന സുഹൃത്ത് പറഞ്ഞത്, ഇല്ല അങ്കിൾ, ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, മറ്റു സുഹൃത്തുക്കൾക്കും ജോലി ഉണ്ടായിരുന്നു, ഇന്നലെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്ത് പറ്റി, വിജിൽ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ അച്ഛനായി വിജയൻ പറഞ്ഞത്, അതെ നിഖിൽ, അവൻ ഇന്നലെ മുതൽ വീട്ടിലേക്ക് വന്നില്ല, അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആകുലത പറയാൻ തുടങ്ങി. ഇതിന് നിഖിൽ, വിഷമിക്കേണ്ട അങ്കിൾ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് വിജിലിന്റെ ഫോൺ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവനും ഒന്നും മനസ്സിലായില്ല. ഉടൻ തന്നെ ബാക്കിയുള്ള 2 സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു. നിങ്ങൾ വിജിലിനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെ പോയെന്ന് അറിയില്ല എന്ന് നിഖിൽ പറഞ്ഞു. ഇപ്പോൾ ബാക്കി 2 സുഹൃത്തുക്കളും വളരെ ഉത്കണ്ഠയോടുകൂടി അവന് ഫോൺ വിളിച്ചു നോക്കി. പക്ഷേ ആരൊക്കെ വിളിച്ചാലും അവന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. അച്ഛന് മാത്രമായിരുന്നു ആദ്യം ഭയമുണ്ടായിരുന്നത്. ഇപ്പോൾ 3 സുഹൃത്തുക്കളും ഭയപ്പെടാൻ തുടങ്ങി. എങ്കിലും ഈ നിഖിൽ എന്ന സുഹൃത്ത് അച്ഛന് ഒരു ആശ്വാസം പകർന്നു. വിഷമിക്കേണ്ട അങ്കിൾ, അവൻ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം, ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കാം, അവൻ ഇന്ന് തന്നെ തിരിച്ചെത്തും. അങ്കിൾ വിഷമിക്കാതെ വീട്ടിലേക്ക് പോകാനും നിഖിൽ പറഞ്ഞു. ഇങ്ങനെ അച്ഛനെ സമാധാനിപ്പിച്ച് അയച്ചാൽ പോലും നിഖിലിനൊരു ഭയം വന്നു. കാരണം വിജിൽ ഒരിക്കലും ഈ 3 പേരോടും പറയാതെ എവിടെയും പോവുകയില്ല, അതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയില്ല. അതിനാൽ ഇപ്പൊ ഈ 3 സുഹൃത്തുക്കൾക്കും ഒരു ഭയം വരാൻ തുടങ്ങി. കാണാതായ വിജിലിന് മറ്റൊരു സഹോദരനുണ്ട്. വീട്ടിലേക്ക് എത്തിയ വിജയൻ ഉടൻ തന്നെ സഹോദരനോടും പറഞ്ഞു, നോക്ക്, വിജിലിനെ കാണാനില്ല. അവന്റെ സുഹൃത്തുക്കളോട് പോയി ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല, അവരവനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും അവൻ എവിടെ പോയി എന്ന് എനിക്കും അറിയില്ല എന്ന രീതിയിൽ ഈ വിജയൻ തന്റെ 2ാമത്തെ മകനോട് പറഞ്ഞു. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന സഹോദരൻ പറഞ്ഞത്, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ സുഹൃത്തുക്കളെ നേരിട്ട് കണ്ട് സംസാരിക്കാം, അവനെ ഞാൻ തിരയാം എന്നും പറഞ്ഞ് അച്ഛൻ കണ്ടുമുട്ടി സംസാരിച്ചതുപോലെ തന്നെ ഈ സഹോദരനും സുഹൃത്തുക്കളോട് ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞത്, ഇല്ലില്ല, ഞങ്ങൾ അവനെ കണ്ടിട്ടേ ഇല്ല, ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് തന്നെ ഒരു 2-3 ദിവസമായി. അച്ഛൻ പറയുമ്പോഴാണ് ഞങ്ങളും കാര്യം അറിഞ്ഞത്. ഞങ്ങൾക്ക് അറിയാവുന്ന ഈ ഫ്രണ്ട് സർക്കിളിലെല്ലാം അന്വേഷിക്കുകയാണ്, ഇങ്ങനെ അവരും പറഞ്ഞു. ഇപ്പൊ കാണാതായ വിജിലിനെ ഫാമിലി, ഫ്രണ്ട്സ്, ബന്ധുക്കൾ എല്ലാവരും വല വീശി തിരയാൻ തുടങ്ങി. ഇങ്ങനെ ഏപ്രിൽ മാസം 18 രാത്രിയാകുന്നു. അപ്പോഴും വിജിൽ വീട്ടിലേക്ക് എത്തിയില്ല. അന്ന് രാത്രി മുഴുവനും എല്ലാവരും ഉറങ്ങാതെ കാത്തിരുന്നു. അടുത്ത ദിവസമായി ഏപ്രിൽ മാസം 19-ാം തീയതി. ഇപ്പൊ ഈ കുടുംബം തീരുമാനിച്ചു, ഇനിയും നമുക്ക് കാത്തിരിക്കാനാകില്ല, മകനെ കാണാനില്ല എന്ന് പോലീസിൽ ഒരു പരാതി നൽകാം. അങ്ങനെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിജിലിനെ കാണാനില്ല എന്ന് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ഈ സമയം പോലീസ് പറഞ്ഞത്, ചെറിയ മകനൊന്നും അല്ലല്ലോ, അവൻ വളർന്ന് 29 വയസ്സായില്ലേ, എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, തിരിച്ചു വരും, എന്തിനാണ് വിഷമിക്കുന്നത്. ഇങ്ങനെ പോലീസ് ഈ ഒരു മിസ്സിംഗ് പേഴ്സൺ കേസിനെ അത്ര ഗൗരവമായി എടുത്തതേയില്ല. എങ്കിലും വിജയൻ എന്ന ഈ അച്ഛന്റെ സമ്മർദ്ദം കാരണം ഇവർ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവനെ തിരയാൻ തുടങ്ങി. പോലീസിന്റെ തിരച്ചിലിൽ ആദ്യമായി ഒരു കേസിൽ അവർക്കൊരു വഴിത്തിരിവ് ലഭിച്ചു. അതേ പട്ടണത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് പുറത്ത് അവർ വിജിലിന്റെ ബൈക്ക് കണ്ടെത്തുന്നു. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. താക്കോലും ബൈക്കിൽ തന്നെയുണ്ട്. ആ ബൈക്കിന് മുൻപിൽ ഒരു പൗച്ച് ഉണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ വിജിലിന്റെ പേഴ്സ് ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട അവന്റെ ഫോണും ഉണ്ട്. ഇതുവരെയും വിജിലിനെ കാണാനില്ല എന്ന രീതിയിൽ തിരയുകയായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള തെളിവുകൾ ലഭിച്ചപ്പോൾ പോലീസിന് വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഒന്നുകിൽ
അവൻ സ്വയമേ എവിടെയെങ്കിലും പോയതായിരിക്കും, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എന്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ പോച്ചിൽ വയ്ക്കണം? മാത്രമല്ല പേഴ്സ് ഉണ്ട്, അതിനുള്ളിൽ ധാരാളം പണവുമുണ്ട്. അതെടുക്കാതെ അവൻ എവിടെയാണ് പോയത്? ഇപ്പൊ ശരിക്കും അവൻ മിസ്സായതാണോ, അല്ലെങ്കിൽ അവൻ സ്വയം എവിടെയെങ്കിലും പോയതാണോ, അതും അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ഇങ്ങനെ പോലീസിന് മുൻപിൽ തന്നെ നിരവധി വ്യത്യസ്ത ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശരിയായ നടപടികളൊന്നും വന്നില്ല. അവന്റെ അച്ഛനായ വിജയൻ ദിവസവും സ്റ്റേഷനിലേക്ക് നടന്നു ചെന്ന് കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ പോലീസുകാർ ഈ ഒരു കേസിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ പോലീസിന് കേസിലുണ്ടായിരുന്ന താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മുൻപ് വിജയൻ വന്നാൽ വരൂ സാർ, കയറിയിരിക്കൂ, ഞങ്ങൾ തിരയുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നൽകും. ഇപ്പോൾ വിജയൻ എന്ന വ്യക്തിയെ കണ്ടാൽ തന്നെ പോലീസിന് വല്ലാത്തൊരു ദേഷ്യം വരാൻ തുടങ്ങി. സാർ, ദിവസവും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത്? എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞങ്ങൾ തന്നെ അറിയിക്കാം, നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകാമോ എന്നായിരുന്നു പിന്നീട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. എങ്കിൽ പോലും വിജയൻ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലീസുകാർക്ക് ദേഷ്യം വന്നു. സാർ, ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മകൻ ഏതെങ്കിലും പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടാകാം. ഇത് കേട്ടപ്പോൾ അച്ഛനത് പൂർണ്ണമായും നിഷേധിച്ചു. ഇല്ല സാർ, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ മകൻ മിസ്സായതാണ്. അവൻ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അവനെ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഇദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോ പോലീസുകാർ ചെയ്തത് അന്വേഷിക്കണമല്ലോ എന്നും കരുതി ഈ സുഹൃത്ത് 3 പേരെയും വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. എന്നാൽ അവർ പഴയ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞത്. ഇല്ല സാർ, ഞങ്ങൾ അന്ന് കണ്ടിട്ടേയില്ല. ഞങ്ങൾക്ക് പോലും ഇത് വലിയ ഞെട്ടലാണ്. ഞങ്ങളും അവനെ തിരയുകയാണ് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇങ്ങനെ ഈ ഒരു കേസിനെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണമെന്നറിയാതെ ഫ്രീസായി നിൽക്കുകയാണ്. കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ശരിക്കും പോലീസിന് അറിയില്ല. പക്ഷേ കാണാതായ ഈ വ്യക്തിയുടെ കുടുംബം, വിജിലിന്റെ കുടുംബം പറയുന്നത്, ഞങ്ങൾക്ക് അവന്റെ 3 സുഹൃത്തുക്കളെയാണ് സംശയം. കാരണം 4 പേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. എവിടെ പോയാലും ഒരുമിച്ച് മാത്രമേ പോവുകയുള്ളൂ. എല്ലാ ദിവസവും അവർ കണ്ടുമുട്ടാറുമുണ്ട്. പക്ഷെ എന്റെ മകൻ കാണാതായ അന്ന് മാത്രം ഇവർ കണ്ടില്ല എന്ന് പറയുന്നു. ഇത് ഞങ്ങൾക്ക് സംശയമാണ്. ദയവ് ചെയ്ത് അവരെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്യാമോ? ഇങ്ങനെ സുഹൃത്തുക്കളെ കുറിച്ചൊരു സംശയം ഉന്നയിച്ചെങ്കിലും പോലീസ് അപ്പോഴും പറയുകയാണ്, സാർ, ഞങ്ങൾ അവരെല്ലാം ചോദ്യം ചെയ്തു, അവരും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ പോലീസുകാർ ആ മാതാപിതാക്കളിൽ വല്ലാത്ത ദേഷ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഈ ഒരു കേസ് കിണറിലെറിഞ്ഞ ഒരു കല്ല് പോലെയായി. നിർഭാഗ്യവശാൽ ഈ സമയത്താണ് COVID-19 വരാൻ തുടങ്ങിയത്. പോലീസ് തുടക്കം മുതലേ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോ ഇങ്ങനെ ഒരു പാൻഡമിക് വന്നപ്പോൾ ഈ ഒരു കേസിന്റെ അന്വേഷണം പോലീസുകാർ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അവർക്ക് മറ്റൊരുപാട് പ്രയോറിറ്റീസ് വന്നു തുടങ്ങി. ഇതിനേക്കാളും വലിയ വലിയ കൊലപാതക കേസുകൾ വന്നു തുടങ്ങി. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതിനനുസരിച്ചതുപോലെ പൂർണ്ണമായും ഈ ഒരു കേസിനെ മറന്നു തുടങ്ങി. വിജിലിന്റെ തിരോധാന കേസ് പിന്നെ ഒരു ഓർമ്മയായി മാത്രമായി. പോലീസ് എത്ര മറന്നാലും, അവന്റെ സുഹൃത്തുക്കൾ മറന്നാലും അവന്റെ അച്ഛനത് മറക്കാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും ഇല്ല. എല്ലാ ദിവസവും ഓരോ നിമിഷവും തൻ്റെ മകൻ വീടിന്റെ വാതിൽ മുട്ടുമെന്ന പ്രതീക്ഷയിൽ ആ വാതിലിനരികിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും സ്റ്റേഷനിലേക്ക് നടന്ന് അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ തന്നെ തേഞ്ഞുപോയി. പക്ഷെ പോലീസിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. മൊത്തത്തിൽ ഈ അച്ഛൻ എത്ര ശ്രമിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതേസമയം മറ്റ് യാതൊരു സൂചനയും ലഭിച്ചില്ല. അങ്ങനെ വിജിലന്റെ തിരോധാന കേസ് പതിയെ മന്ദഗതിയിലാകുന്നു. ഇങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളാകുന്നു, ആഴ്ചകൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ വർഷമാകുന്നു. എന്തിന്, ഈ വർഷം പോലും പല വർഷങ്ങളാകുന്നു. വിജിലിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ, ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചില്ല. മൊത്തത്തിൽ ഈ ഒരു തിരോധാന കേസിന്റെ പുരോഗതി പൂർണ്ണമായും ഒരു കോൾഡ് കേസായി തന്നെ മാറി. വർഷങ്ങൾ കടന്നുപോയാലും എന്നെങ്കിലും ഒരു ദിവസം തന്റെ മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയോടുകൂടി അവന്റെ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രത്യാശയ്ക്ക് ഫലം ലഭിച്ചോ? വിജിൽ തിരികെ എത്തിയോ? ശരിക്കും അവൻ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ കേരളത്തിൽ സംഭവിച്ച ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ, വളരെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെ വിജിൽ എന്ന ഈ 29-കാരന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും മാത്രമാണ് നമ്മുടെ ചാനലിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതിനാൽ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക.
വിജിൽ കാണാതായി ഏകദേശം 6 വർഷം പോയി. 2025 എത്തി. എന്നാൽ അപ്പോഴും അവന്റെ അച്ഛൻ തുടർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് തന്റെ മകനെ കണ്ടെത്താനായി അദ്ദേഹം ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് ആ ഏരിയയിലേക്ക് ഏരിയ MLA വരുന്നു. അദ്ദേഹത്തിന് ഒരു നിവേദനം നൽകുന്നു. സർ, എന്റെ മകൻ 2019 കാണാതായി. പോലീസ് ശരിയായ ആക്ഷൻ എടുത്തില്ല. കേസ് പൂർണ്ണമായും ഒരു കോൾഡ് കേസായി മാറി. എന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ മകനെ കണ്ടെത്തി നൽകാൻ സഹായിക്കണം എന്ന രീതിയിൽ ഒരു നിവേദനം സമർപ്പിച്ചു. ഇപ്പൊ ഈ ലോക്കൽ MLA പറയുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോലീസിനോട് സംസാരിക്കണോ? ഇപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, വേണ്ട സാർ, ഇവരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു ഹർജി എങ്ങനെയെങ്കിലും കേരള മുഖ്യമന്ത്രിയുടെ കൈകളിൽ ഒന്ന് എത്തിച്ചാൽ മതി. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. തീർച്ചയായും ഈ ഒരു കേസിന് ഒരു പുതിയ ജീവൻ വരികയും അന്വേഷണം തുടരുകയും ചെയ്യുമെന്ന് വിജയൻ പറഞ്ഞു. MLA നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയോ ഈ ഒരു ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കലേക്ക് കൊണ്ടുപോകുന്നു. ഈ കേസ് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നു. അദ്ദേഹം ഹർജി വായിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുന്നു, 2019 സംഭവിച്ച കേസാണ്, 6 വർഷമായി, എന്താണ് നിങ്ങൾ ഇപ്പോഴും കണ്ടെത്തിയില്ലേ? ഉടൻ തന്നെ ഒരു പ്രത്യേക ടീം രൂപീകരിച്ച് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുക. ഇങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇങ്ങനെ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നപ്പോൾ DGP തന്നെ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നു. ഈ സമയം രഞ്ജിത്ത് എന്ന വളരെ കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുന്നു. അങ്ങനെ വിജിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കാനും ആവശ്യപ്പെടുന്നു. രഞ്ജിത്ത് എന്ന പോലീസ് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിന് കീഴിൽ 4-5 പോലീസ് ഓഫീസർ ഉണ്ട്. അവരെല്ലാവരും ഈ കേസ് അന്വേഷിക്കുകയാണ്. ഇപ്പൊ രഞ്ജിത്ത് ഈ കേസ് ഫയൽ പൂർണ്ണമായും വായിച്ചു. ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. കാണാതായ വിജിലിന്റെ അച്ഛനായ വിജയനെ ഒന്നുകൂടെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. സർ, ദയവായി തുടക്കം മുതൽ അവസാനം വരെയും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വളരെ വിശദമായി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ വിജയൻ എന്ന വ്യക്തി കഴിഞ്ഞ 6 വർഷമായി പല അധികാരികളുടെ പക്കലും ഈ കഥ പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഇത് മനഃപ്പാടമായിട്ടുണ്ട്. ഇപ്പോ രഞ്ജിത്ത് എന്ന അധികാരിയോട് വീണ്ടും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ ഈ പോലീസ് അധികാരി വഴി തനിക്ക് നല്ലൊരു ഫലം ലഭിക്കുമെന്ന വിശ്വാസമായിരുന്നു വിജയനുണ്ടായിരുന്നത്. അങ്ങനെ 2019 ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയാൻ തുടങ്ങി. ഇപ്പൊ രഞ്ജിത്ത് എന്ന പോലീസ് വിജയന് ഒരു ഉറപ്പ് നൽകുന്നു. സർ, ഇതിനു മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നെനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണെന്ന് ചിന്തിച്ച് ഞാൻ ഈ കേസ് അന്വേഷിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ മകനെ കണ്ടെത്തി നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ആ അച്ഛന് ഒരു ഉറപ്പ് നൽകി. ആ പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ വിജയന്റെ മനസ്സിലും ചെറിയൊരു പ്രതീക്ഷ അങ്ങനെ ഉദിച്ചു വന്നു. ശരിക്കും തന്റെ മകനെ കണ്ടെത്തി നൽകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ രഞ്ജിത്ത് എന്ന പോലീസ് അധികാരി വളരെ ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഈ കേസ് ഫയൽ നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം വല്ലാതെ അങ്ങ് ട്രിഗറായി. കാണാതായ വിജിലിന് 3 സുഹൃത്തുക്കളുണ്ട്, ഉറ്റ സുഹൃത്തുക്കൾ. ദിവസവും കണ്ടുമുട്ടാറുമുണ്ട്. പക്ഷെ ഇവൻ കാണാതായ അന്നത്തെ ദിവസം എന്തുകൊണ്ട് കണ്ടുമുട്ടിയില്ല? ഇത് അല്പം അസ്വസ്ഥതയുണ്ടാക്കി. അതിനാൽ അയാൾ ഈ 3 പേരെയും വീണ്ടും ചോദ്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതിൽ നിഖിൽ എന്ന ആദ്യത്തെ സുഹൃത്ത്. ഇവൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഗൾഫ് കൺട്രിയിൽ പോയി ജോലി ചെയ്തു. എന്നാൽ അവിടെ നിന്നും തിരിച്ചു വന്ന് ഇപ്പൊ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. അടുത്ത് രഞ്ജിത്ത് എന്ന മറ്റൊരു സുഹൃത്ത്. അയാൾ ഇപ്പോൾ സ്ഥലത്തില്ല. ഇപ്പൊ ലോക്കലിലുള്ളത് ദീപേഷ് എന്ന സുഹൃത്ത് മാത്രമാണ്. ഒരു കാര്യം ചെയ്യാം, ഇവർ 3 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യാം. ഇവർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഓരോരുത്തരെയായി പ്രത്യേകം ചോദ്യം ചെയ്യാൻ വിളിച്ചു. ആദ്യം അവൈലബിൾ ആയ ഈ ദീപേഷ് എന്ന സുഹൃത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ചോദിച്ചത്, സംഭവം നടന്ന അന്നത്തെ ദിവസം നിങ്ങൾ അവനെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ശരി, ഇതിനു മുൻപ് അവസാനമായി നിങ്ങൾ അവനോട് എപ്പോഴാണ് സംസാരിച്ചത്? അവനെ അവസാനമായി എപ്പോഴാണ് കണ്ടത്? അതിനുശേഷം ഫോണിൽ എപ്പോഴാണ് സംസാരിച്ചത്? നിങ്ങൾ അവസാനമായി കാണുമ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണ് സംസാരിച്ചത്? എവിടെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ഇങ്ങനെ വിജിലിന്റെ അവസാന നിമിഷം അല്ലെങ്കിൽ അവനുമായി അവസാനം നിങ്ങൾ ഉള്ളപ്പോൾ ഏത് തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചോദിച്ചത്. ഇതിന് ദീപേഷ് മറുപടിയും പറഞ്ഞു. പിന്നീട് പുറത്തുപോയ രഞ്ജിത്തിനെയും വിളിച്ച് ചോദ്യം ചെയ്തു. അയാളും മറുപടി പറഞ്ഞു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഈ നിഖിൽ എന്ന സുഹൃത്തിനെ വിളിച്ചു. അവനും വരുന്നു. ഈ 3 പേരെയും വെവ്വേറെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഈ ഉത്തരങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. അതായത് വിജിലിനെ അവസാനമായി എവിടെയാണ് കണ്ടത്? ഈ ഒരു ചോദ്യത്തിനും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം നിങ്ങൾ 3 പേർക്കുള്ളിൽ എന്താണ് സംസാരിച്ചത്? ഇതിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും എവിടെ വെച്ചാണ് പിരിഞ്ഞത്? ഈ സ്റ്റേറ്റ്മെന്റിലും ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളത് കൊണ്ട് ഇവർ 3 പേരും പോലീസിൽ നിന്നും എന്തോ ഒന്നും മറച്ചു വെക്കുന്നുണ്ട്. ഈ 3 പേർക്കും കാണാതായ വിജിലിന്റെ തിരോധാനത്തിനും എന്തോ ഒരു ബന്ധമുണ്ട് എന്ന്
ഈ രഞ്ജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഈ 3 പേരും ചേർന്നാണ് അവനെ എന്തോ ചെയ്തത് എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായി തെളിവ് ആവശ്യമാണ്. ഇപ്പൊ പോലീസ് ഈ 3 പേരുടെയും സൈക്കോളജിക്കൽ ഫാക്ടർ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കും പോലീസ് ഒരാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു, നോർമൽ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും പോലീസുകാർ വളരെ ഡീപ്പായി അവരെ ഒബ്സർവ് ചെയ്യും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയായിരിക്കും. ചിലർ മാനസികമായി വളരെ ശക്തമായിരിക്കും. അവരെ തകർക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവർ വളരെ ധാർഷ്ട്യമായി തന്നെ ഉത്തരം നൽകും. പക്ഷെ മറ്റു ചിലർ വളരെ വികാരഭരിതരായിരിക്കും. അവരെ ഒന്ന് പ്രഷർ ചെയ്താൽ മാത്രം മതി, സത്യം പുറത്തു വരും. ഇങ്ങനെ പോലീസ് ഓഫീസർ രഞ്ജിത്ത് ഈ 3 പേരെയും ചോദ്യം ചെയ്തപ്പോൾ ദീപേഷ് എന്ന വ്യക്തിയിൽ മാത്രം ചെറിയൊരു സ്വഭാവ വ്യത്യാസം തോന്നി. ഒരു പക്ഷെ അവനിൽ ഒന്ന് ക്ലെവറായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ സത്യം പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചു. കാരണം ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയ വ്യക്തി അത് ദീപേഷ് എന്ന സുഹൃത്താണ്. അവനെ വീണ്ടും സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് 1 മാസത്തിന് മുൻപാണ്. ഇപ്പോ ദീപേഷിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. എന്ത് സംഭവിച്ചു എന്ന് അവൻ വീണ്ടും പറയാൻ തുടങ്ങി. സാർ, ഞങ്ങൾക്കൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രഞ്ജിത്ത് എന്ന പോലീസ് പറഞ്ഞത്, നോക്ക് ദീപേഷ്, നീ കള്ളം പറയുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ 3 പേരും ചേർന്നാണ് അവൻ എന്തോ ചെയ്തത്. നിങ്ങൾ ഒരു പക്ഷേ അവനെ കൊന്നിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഞങ്ങളത് എന്തായാലും കണ്ടുപിടിക്കും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ സത്യം പറഞ്ഞാൽ നിനക്ക് ശിക്ഷ വളരെ കുറവ് ലഭിക്കും. ഇനി ഞങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒന്നുകിൽ നീ തൂക്കുമരത്തിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വരും. എന്തൊക്കെയായാലും നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? നിന്റെയൊക്കെ കൂടെ നടന്ന സുഹൃത്തിനെ തന്നെ നിങ്ങൾ കൊന്നല്ലോ എന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് ദീപേഷിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അപ്പൊ തന്നെ രഞ്ജിത്ത് എന്ന പോലീസുകാരന് മനസ്സിലായി ഇവന്റെ ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് പോയിന്റിലാണ് നമ്മൾ ടച്ച് ചെയ്തത് എന്ന്. കുറച്ചു നേരം മിണ്ടാതിരുന്ന ദീപേഷ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. സർ, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, അത് യാദൃശികമായി സംഭവിച്ചതാണ് എന്ന്. അപ്പൊ തന്നെ രഞ്ജിത്തിന് മനസ്സിലായി ഈ ഒരു കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന്. ഇപ്പൊ രഞ്ജിത്ത് എന്ന പോലീസ് അധികാരി ദീപേഷ് എന്ന വ്യക്തിയിൽ നിന്നും കൂടുതൽ സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അവനെ ഇമോഷണലായി വീണ്ടും വീണ്ടും പ്രഷർ ചെയ്യാൻ തുടങ്ങി. ശരി, ജീവിതത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യും, അതൊക്കെ സ്വാഭാവികം. നിങ്ങളും അത് ചെയ്തു. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സത്യമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അടുത്തെന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അവന്റെ അച്ഛനെയും അമ്മയും നിങ്ങളൊന്ന് നോക്ക്. മകനെ കാണാതായി 6 വർഷമായി തിരയുകയാണ്. പാവമല്ലേ അവർ? ശരി, എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ദീപേഷ് സത്യമെല്ലാം പറയാൻ തുടങ്ങി, ഓരോന്നായി. ഇവന്റെ ഈ കുറ്റസമ്മതം കേട്ടപ്പോൾ ഈ രഞ്ജിത്ത് എന്ന പോലീസ് ഓഫീസർ പോലും ഞെട്ടിപ്പോയി. അങ്ങനെ ദീപേഷ് എന്താണ് ആ പോലീസുകാരനോട് പറഞ്ഞത്? അന്നത്തെ ദിവസം വിജിലിന് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവരെല്ലാവരും ചേർന്ന് അവനെ എന്താണ് ചെയ്തത്? ഈ കേസ് ഒടുവിൽ എങ്ങനെ അവസാനിച്ചു? ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദീപേഷ് എന്തായാലും സത്യം പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരും ചേർന്നാണ് സുഹൃത്തായ വിജിലിനെ എന്തോ ചെയ്തത്. എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? കൊന്നിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും കൊണ്ട് മറവ് ചെയ്തിട്ടുണ്ടാകുമോ? കൊന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കാം കൊന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കാം കൊന്നത്? നിങ്ങൾക്ക് തോന്നുന്ന ഊഹാപോഹങ്ങൾ കമന്റിൽ പറയാം. പോകുന്നതിന് മുൻപായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും ഒരു കമന്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.